इस बात को बोलकर आशीष देकर तुम भी चाहें, अर्थात न्यू नेचर चर्च का जो फाउंडर है वो मुझे आशीषित करके यहाँ पर भेजा। परमेश्वर के अनुग्रह से आज तक उस आशीष में बना रहने के लिए प्रभु ने सहायता किया। ഒരു മാസം മുമ്പേ മോനെ വൈവാമിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വിടുമ്പോൾ മോൻ എഫ്രീം ബൈബിൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് മോനോട് ഞാൻ പറഞ്ഞു, മോനെ ഈ ഫീസ് ഞാൻ കൊടുക്കാം, ബാക്കിയെല്ലാം നീ പ്രാർത്ഥിച്ച് പ്രാപിച്ചോണം. ഇതാണ് തമ്പിച്ചായൻ എനിക്ക് തന്ന ഇത്, ഞാൻ നിന്നോട് ഇത് തന്നെ പറയുന്നത്. मैंने उससे जब वहाँ पर वाइवा में जो ट्रेनिंग के लिए भेजा तो मैंने उससे एक बात को कहा, वहाँ का जो फीस है वो मैं भर दूंगा, उसके बाद वहाँ की जो कुछ जरूरत है वो सब कुछ तुम प्रार्थना करके, जिस प्रकार से मेरी आत्मिक अगुवे ने मुझे आशीषित करके भेजा और प्रभु मुझे सहायता करते आया है, उसी रीति से मैं तुम्हें भेज रहा हूँ. आगे को तुम्हें प्रार्थना करके उसे प्राप्त करना है. ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീ 1 കോടി രൂപ നിന്റെ മക്കൾക്ക് കൊടുത്താൽ അത് ചില ദിവസങ്ങൾ കൊണ്ട് ചെലവായി പോകും. എന്നാൽ നീ പ്രാപിച്ച വിശ്വാസം അത് കൈമാറിയാൽ അവരത് അനേകരിലേക്ക് കൈമാറാനിടയാകും. परमेश्वर ने मुझसे इस बात को कहा है कि तू 1 करोड़ रुपए अपने संतानों को दे, कुछ दिन में वो खर्च कर लेंगे, लेकिन तूने जो विश्वास को पाया है उस विश्वास अपने बच्चों तक यदि हस्तांतरित करे वो बहुतों के लिए आशीष का कारण होगा. എഫ്രീം അന്നേരം പറഞ്ഞു, ശരി പപ്പ, ഇനിയും പപ്പായോട് ഞാൻ ഒന്നും ചോദിക്കത്തില്ല, ഞാൻ എല്ലാം യേശു പപ്പായോട് ചോദിച്ചു വാങ്ങിച്ചോളാം. उस दिन एफ्रेम ने मुझसे कहा, पापा ठीक है, अब मैं आपसे कुछ भी नहीं मांगूंगा, जो कुछ मुझे जरूरत होगा मैं यीशु पापा से मांगूंगा. അവന്റെ ജീവിതത്തിൽ അവൻ പിന്നെ ഒരു പ്രാവശ്യം പോലും എന്നോട് ഒന്നും ചോദിച്ചില്ല. उसके बाद उसके जीवन में आज तक उसने कुछ भी मुझसे नहीं मांगा. അവൻ സാക്ഷ്യം പറയാൻ തുടങ്ങി. ചിലർ പഠിപ്പിക്കാൻ വന്ന സാറുമാർ അവനെ സഹായിച്ചത്, അവനെ വേണ്ടതെല്ലാം കൊടുത്തത്, അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. उसके बाद उसकी गवाहियां सुनने को मिला कि उसके जो टीचर लोग जो पढ़ाते थे वे उनकी मदद करते थे, लोग उनकी मदद करते थे, उसके जीवन में भी गवाहियां होने लगा. മോന്റെ ഈ ആക്സിഡന്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചു. जब इस दुर्घटना के विषय में हमें पता चला, मैंने प्रभु से पूछा, क्यों ऐसा प्रभु? അങ്ങ് മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണല്ലോ, अब तो मरे हुओं को जिलाया यीशु, ഞാൻ മോന് വേണ്ടി പോയി പ്രാർത്ഥിക്കട്ടെ, मैं बेटे के लिए प्रार्थना करूं क्या? അങ്ങ് അവിടെ ജീവനോടെ ഞങ്ങളുടെ കൂടെ തിരിച്ചു വിടാവോ? जीवन आप उनको फिर से जिलाएंगे और हमारे साथ वापस भेजेंगे क्या? അപ്പോൾ ദൈവശബ്ദം കേൾക്കാനിടയായി. तो ये परमेश्वर की आवाज को मैंने सुना, ഞാൻ അവനെ നിനക്ക് തന്നാൽ उस बेटे को फिर से मैं तुम्हें दूं, നീ എനിക്ക് ഉറപ്പ് തരാമോ നിത്യതയിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്? क्या तुम मुझे इससे पक्का बता सकते हैं क्या उसका आनंद जीवन मेरे साथ तो रहेगा? ये उस बात का कोई पक्का है क्या तुम्हारे जीवन में? ഞാൻ ഇത് ദീപയോടും പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ദൈവവചനം ദൈവം നമ്മളോട് സംസാരിക്കുന്നു. मैंने अपनी पत्नी से कहा, परमेश्वर की आत्मा, परमेश्वर मुझसे इस प्रकार से बात അവന്റെ ജീവിതത്തിൽ നല്ല ഒരു സമയത്താണ് ദൈവം വിളിച്ചിരിക്കുന്നത്. उसकी जीवन की अच्छे समय में परमेश्वर ने उसको उठाया है, ദൈവസന്നിധിയിലുണ്ട്, परमेश्वर की उपस्थिति में है. നമുക്ക് ഇനി പോകുമ്പോൾ മോനെ കാണാം, हम जाकर उससे मिलेंगे, നമുക്ക് ഒന്നിച്ച് നിത്യത അവിടെ അനുഭവിക്കാം. हम एक साथ अनंत जीवन वहां पर बिताएंगे. ആ ദൈവവചനം ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും തന്നു. वो बात हमें परमेश्वर की ओर से मिला, हमें शांति मिला, हमें आनंद मिला, हमें स्थिर रखा. അങ്ങനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് വന്നപ്പോഴാണ് ഈ ലെറ്റർ ഇന്നലെ കേൾക്കുന്നത്. आई उस रीति से जब परमेश्वर को प्रस्तुति में उसको सौंपा, उसके बाद कल हमें ये उसका लिखा हुआ ലെറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്കെല്ലാം ദൈവം തരുമെന്നാണ്. उसमें लिखा है वो सब कुछ मेरा परमेश्वर मेरे लिए उपाय करता है. സത്യമാണ്. ഞാൻ ഇവിടുന്ന് ഈ ആക്സിഡന്റ് ആയ സമയത്ത് പോകുന്ന സമയത്ത് जब सबसे मैं यहाँ के इस दुर्घटना का खबर सुनकर यहाँ से जब मैं निकल रहा था, എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ മൂത്ത ചേട്ടൻ റായ്പൂരുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങളെ എൻ്റെ കൂടെയുള്ള ആത്മീയ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും പറയണം, എന്താവശ്യമുണ്ടെങ്കിലും പറയണം. ഞാൻ ആരോടും പറഞ്ഞില്ല, ഒരു ആവശ്യവും പറഞ്ഞില്ല. लोगों ने मुझसे बुलाकर पूछा, मेरे बड़े भाई रायपुर में हैं और मेरे भाई लोग हैं और आत्मिक भाई लोग हैं, सभी लोग मुझसे बुलाकर पूछा, कुछ भी जरूरत है तो बताना, कुछ भी जरूरत है तो बताना करके. मैंने कभी किसी से कुछ नहीं बोला. കുറച്ച് പൈസ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പോകുന്നത്. जाते समय थोड़ा सा समय मेरे पास था. ഞങ്ങളത് ഇന്നലെ പറയുമായിരുന്നു, അവിടെ നിന്ന് മോനെ കൊണ്ടുവരാനും അറിയാത്തവരിലൂടെ തന്നെ ലക്ഷങ്ങളോളം എത്ര ആവശ്യമുണ്ടോ എല്ലാം ദൈവം തരാനിടയാണ്. हम इस बात को कल देख रहे थे, जो लोग हमें जानते ही नहीं है वे लोगों के द्वारा भी जानते, उनके द्वारा भी हमारी हर एक जरूरतें
अब तक परमेश्वर ने पूरा किया। ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്, മോന്റെ വിശ്വാസം. ഞാൻ പപ്പായോട് ഒന്നും ചോദിക്കത്തില്ല. मैं बोलना ये चाह रहा हूँ मेरे बेटे का विश्वास, अब मैं आपसे कुछ भी नहीं मांगूंगा। യേശു പപ്പ എനിക്ക് തരും. यीशु पापा मेरे लिए पूरा करेगा। അവന് വേണ്ടതെല്ലാം അവൻ പോകുന്നതിന് മുമ്പേ ദൈവം ഒരുക്കി. उसके लिए इस कार्यक्रम के लिए भी जो कुछ उसको जरूरत था वो सबको मेरे स्वर्ग का परमेश्वर ने पूरा किया, तैयार किया। उसको बचा भी है। അതിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാം. परमेश्वर पर विश्वास करेंगे हम उसकी महिमा को देखेंगे। ഇവിടെ കടന്നു വന്ന എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. यहाँ पर उपस्थित हर एक लोगों को मसीह यीशु के नाम से धन्यवाद कहता हूँ। അനേക ദൈവദാസന്മാരിവിടെ വന്നിട്ടുണ്ട്, സമയങ്ങൾ തരാൻ സാധിച്ചില്ല, ദയവായി ക്ഷമിക്കണമേ. കാരണം വളരെ വീക്കാണ് ബോഡി, അതുകൊണ്ടാണ് ദയവായി ക്ഷമിക്കണമേ. प्रभु के दास लोग, बहुत से लोग हमसे प्रेम करके दूर दूर से भी हमारे बीच में आए हैं। आप लोगों को समय नहीं दे पा रहा हूँ, माफ कीजिए, क्योंकि ये बॉडी बहुत वीक है। ഒന്ന് മാത്രം പറയാം, എഫ്രീം പോയ ആ നിത്യതയിൽ നമുക്ക് പോകാൻ ഒരുങ്ങാം. നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കും. एक बात कहूँगा, एफ्रेम जिस रास्ते पे गया उस रास्ते में हम सब